തഗ് ലൈഫ് സിനിമ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഒരു നമ്മളിപ്പോഴും കമ്പയർ ചെയ്യാവുന്ന നായകനുമായിട്ടാണല്ലോ. മണിരത്നം 30 വർഷത്തിന് ശേഷം കമലഹാസനായിട്ട് പടം ചെയ്തിരിക്കുകയാണ് നായകന് ശേഷം. പക്ഷേ നായകനുമായിട്ട് കമ്പയർ ചെയ്താൽ പടം തീർത്തും പരാജയമായിട്ടാണ് എനിക്ക് തോന്നിയത്. പടം ടെക്നിക്കലി അടിപൊളിയാണ്. എഡിറ്റിംഗ് ആണെങ്കിൽ ശ്രീകപ്രസാദിൻ്റെ എഡിറ്റിംഗ്, രവി ചന്ദ്രൻ്റെ ക്യാമറ, മയാറാമ, മ്യൂസിക്, എല്ലാ ടെക്നീഷ്യന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ടെക്നീഷ്യൻസാണ് പടം ചെയ്തിരിക്കുന്നത്. അത് അവരുടെ കഴിവെടുത്ത് അവർ പടം ചെയ്തിട്ടുണ്ട്. പക്ഷേ പടം കഥയൊക്കെ വന്നപ്പോൾ ഒരു ഗ്യാങ്സ്റ്റർ മൂവി, അത് കൂടുതലൊന്നുമില്ല പടം. ഒരു ആവറേജ് എന്ന് വെച്ചാൽ ആവറേജ് മൂവിയാണ്. പക്ഷേ ടെക്നിക്കലായിട്ട് ബിഗ് സ്ക്രീനിൽ കാണാൻ തന്നെ പടമുണ്ട്. കമലഹാസൻ്റെ അഭിനയമൊക്കെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് കമലഹാസൻ ചെയ്യുന്നത്. ജോജുവിനെ ബേസ് ഇച്ചിരി കുറവാണ്, സമയം ഇച്ചിരി കുറവാണ്. ജോജു ചെയ്ത റോള് ജോജു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മലയാളിയായിട്ടാണ് ജോജു വരുന്നത്. നല്ല പോലെ ജോജു അത് ചെയ്തിട്ടുണ്ട്. നായകനുമായിട്ട് കമ്പയർ ചെയ്താൽ പടം മോശം തന്നെയാണ്. ടെക്നിക്കൽ ബേസ്ഡ് അങ്ങനെ ഇഷ്ടമൊക്കെ പടം കാണാനുള്ളവർക്ക് ബിഗ് സ്ക്രീനിൽ പടം കാണാൻ തന്നെയുണ്ട്. എനിക്കൊരു ആവറേജ് ആയിട്ടാണ് പടം തോന്നിയത് കേട്ടോ. അത്രേ ഉള്ളൂ പടം. കമലഹാസൻ നന്നായിട്ടുണ്ട് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നിയത്. ഓക്കെ.